അപ്പോൾ വീണ്ടും ഒരു ലക്ഷറി വണ്ടി. യെസ്, ഇത്തവണ നമുക്ക് കിട്ടിയിട്ടുള്ളത് BM ആണ്. BMന്റെ ജനപ്രിയ മോഡൽ എന്നൊക്കെ പറയാവുന്ന ഒരു സെഗ്മെന്റ് ആണ്. സെഡാൻ ടൈപ്പിൽ 5 സീരീസ് 520D ആണ്. നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്കറിയാം BMനകത്ത് സെഡാൻ ടൈപ്പിനകത്ത് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് 3 സീരീസിനകത്തുള്ള 320Dയും അതുപോലെ തന്നെ 5 സീരീസിനകത്തുള്ള 520D ആണ്. 520, 25, 30 ഒക്കെ വരുന്നുണ്ട്. പക്ഷേ 520D ആണ് അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള വണ്ടി. കുറേ എൻക്വയറീസ് എനിക്ക് ഓൾറെഡി വന്നിട്ടുണ്ട് 520. ഇപ്പോൾ നമ്മളെ വീഡിയോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 മാസം മുന്നെയാണ് ഒരു 520D എനിക്ക് കാണിക്കാൻ പറ്റിയിരുന്നത്. അത് 2016 ഓർ 17 മോഡലായിരുന്നു, ബ്ലാക്ക് കളർ. അത് നമ്മൾ കൊടുത്തു, തൃശ്ശൂർ ഭാഗത്തേക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് ഒരു 520D കിട്ടിയിട്ടുള്ളത്. ഇത് ലക്ഷറി ലൈനാണ്, അതായത് ടോപ്പ് എൻഡ് മോഡലിൽ കിടക്കുന്ന ഒരു 5 സീരീസ് വാഹനമാണ്. തരക്കേടില്ലാത്ത എന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ്. നിങ്ങൾക്ക് ബോഡിയൊക്കെ കാണുന്ന സമയത്ത് അറിയാം, നല്ല ക്വാളിറ്റി തന്നെയാണ് ബോഡി ഉള്ളത്. ടയർ ഭാഗങ്ങളിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60-80% ആ റേഞ്ചിൽ നമുക്ക് യെസ് 4 ടയർ നമുക്ക് ആ ഒരു 60-80% നമുക്ക് പറയാൻ പറ്റും. ബോഡി വൈസോ മെക്കാനിക്കൽ വൈസോ ഒന്നും യാതൊരു പ്രശ്നമില്ല, ഓടിക്കാനൊക്കെ നല്ല സ്മൂത്താണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അത്യാവശ്യം നല്ലൊരു കാലി റോഡായതുകൊണ്ട് തന്നെ ഒന്ന് കാല് കൊടുക്കാനും പറ്റി. നല്ല പോക്ക് പോകുന്നുണ്ട് കേട്ടോ. ടിൻ ടർബോ ആണ് വരുന്നത്. നല്ല ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ 2014 മാനുഫാക്ചർഡ്, അതുപോലെ തന്നെ 15 രജിസ്റ്റേർഡിൽ ഉള്ള വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ അറൗണ്ട് 64 സംതിങ് ആ റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത്. സർവീസ് റെക്കോർഡൊക്കെ ഉള്ള വാഹനമാണ്. ജെനുവിൻ ആയിട്ടുള്ള കിലോമീറ്ററാണ്. നമ്മൾ കാണിക്കുന്ന എല്ലാ വണ്ടിയുടെയും കിലോമീറ്ററും നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രമാണ് വീഡിയോ കാണിക്കുന്നത്. മീറ്റർ ടാമ്പേഡിങ് ചെയ്ത വണ്ടികൾ വീഡിയോയിൽ കാണിക്കാറില്ല. ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. ഇനിയിപ്പം ഉണ്ടെങ്കിൽ പോലും അത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള രീതിയിലല്ല. മീറ്റർ ടാമ്പറിങ് ചെയ്ത വണ്ടി ഞാൻ കാണിക്കാറില്ല, എത്ര ക്വാളിറ്റിയുള്ള വണ്ടിയാണെങ്കിലും. അത് വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഒരു വണ്ടി മീറ്റർ ടാമ്പറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓണർ ഒരു കള്ളത്തരം ഓൾറെഡി അവിടെ കാണിച്ചു. അപ്പോൾ ആ ഒരു മീറ്റർ ടാമ്പറിങ് മാത്രമല്ല, അപ്പോൾ നമുക്ക് വേറെയും കള്ളത്തരം കാണിക്കാനുള്ള ചാൻസ്, ഒരു പ്രോബബിലിറ്റി അവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു മീറ്റർ ടാമ്പറിങ് ചെയ്ത വണ്ടി കാണിക്കാത്തത്. കാരണം ഒരു കള്ളത്തരമുള്ളൊരു മൈൻഡുള്ള ഒരാൾ എന്തായാലും തീർച്ചയായിട്ടും വേറെ എവിടെയെങ്കിലും മേജറായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതും മറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ മീറ്റർ ടാമ്പേർഡ് ആയിട്ടുള്ള വണ്ടികൾ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലക്ഷറി ലൈനിൽ കിടക്കുന്ന വണ്ടിയാണ്. ഓൾമോസ്റ്റ് ഔട്ടറൊക്കെ നിങ്ങളിപ്പോൾ ഏകദേശം തന്നെ അത് കണ്ടിട്ടുണ്ടാവും. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പം ഫ്രണ്ട് ഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ഞാൻ ഈ ഒരു വണ്ടി ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഇൻറ്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ആ ഒരു വാണിങ്ങിനകത്ത് ഹെഡ് ലാമ്പിൻ്റെ ചെറിയൊരു ഇഷ്യൂ, ഒരു വാണിംഗ് വന്നിട്ടുണ്ട്. ഞാനത് ഫിസിക്കലി ചെക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ ഇൻഡിക്കേറ്റർ, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിനകത്ത് ഒരു മാൾ ഫംഗ്ഷനായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വാണിംഗ് കിടക്കുന്നത്. കൺട്രോൾ ലൈറ്റ്സ്, ടേൺ ഇൻഡിക്കേറ്റർ, ഡിപ്ഡ് ബീം, ഫോഗ് ലാമ്പ്, പാർക്കിംഗ് ലൈറ്റ്. പക്ഷേ പാർക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഹൈ ബീമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നില്ല, ലോ ബീമും വർക്ക് ചെയ്യുന്നില്ല. ഇത് മാത്രമാണ് ഒരു വാണിംഗ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ റിലേ സിസ്റ്റത്തിൽ വല്ല കംപ്ലയിൻ്റ് ആണോ, ഇനി ഹെഡ് ലാമ്പ് ഫ്യൂസ് ആയതാണോ എന്താണെന്നുള്ള അറിയില്ല. ആ ഒരു വാണിംഗ് മാത്രമേ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. പിന്നെ വേറെ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറാണ്. സൺറൂഫൊക്കെ വരുന്നുണ്ട് കേട്ടോ. യെസ്, മൂൺ റൂഫ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് വൺ സൈഡ് ഓപ്പണിങ്. റൂഫ് ഭാഗങ്ങളിലൊക്കെ നല്ല വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല വൃത്തിയുണ്ട്. സീറ്റൊക്കെ ആണെങ്കിലും ആ ഒരു സ്റ്റോക്ക് സീറ്റ് കവർ തന്നെയാണ്. അതുപോലെ തന്നെ ഡാഷ്ബോർഡൊക്കെ ആണെങ്കിലും ആ ഒരു സ്റ്റോക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒന്നും ചേഞ്ചോ കാര്യങ്ങളൊന്നുമില്ല. കാരണം ലോ കിലോമീറ്ററിലുള്ളൊരു വാഹനമായതുകൊണ്ട് തന്നെ വലിയ തേയ്മാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു ബട്ടൺസ് കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലെ ബട്ടൺസൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, യാതൊരു വിധത്തിലുള്ള തേയ്മാനങ്ങളും ഇവിടെ എവിടെയും സംഭവിച്ചിട്ടില്ല. ഒരു 1 lakh ക്രോസ് ചെയ്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ തേയ്മാനം വരും. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഈ ഒരു സിൽവർ കളർ തേയ്മാനം വരാനുള്ള ചാൻസ് BMനകത്ത് ഉണ്ടാവലുണ്ട്. പിന്നെ ഗിയറിൻ്റെ ഈ ഒരു സംഭവം, കാരണം BM ആയതുകൊണ്ട് നമുക്കിത് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു തേയ്മാനം വരാൻ ചാൻസ് കൂടുതലുണ്ട്. പിന്നെ ഈ ഒരു നോബ്സൊക്കെ വേണമല്ലോ കൺട്രോൾ ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള തേയ്മാനങ്ങൾ. പക്ഷേ ഇതിനകത്ത് എവിടെയും നമ്മളൊരു തേയ്മാനങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. ഡ്യുവൽ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോണറ്റും കൂടി ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് തരാം. ഇതിൻ്റെ എൻജിൻ റൂമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് കേട്ടോ.
ഷോക്കൊക്കെ ഏതായാലും വർക്കിംഗ് ആണ്. പിന്നെ ബോണറ്റിനുള്ളതും വേറെ ആക്സിഡൻറ്റിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ആപ്രോൺ എന്ന് പറയുന്നത് ഈ ഒരു സംഭവം, ആപ്രോണിൻ്റെ മുകളിൽ പേസ്റ്റിങ്ങിനൊന്നും പ്രശ്നമില്ല. ഈ പഞ്ചിങ് മാർക്കൊക്കെ ഇവിടെ തന്നെയുണ്ട്. മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല വൃത്തിയുള്ള ഒരു എൻജിൻ റൂമാണ് ഏതായാലും ഈ ഒരു വാഹനത്തിനുള്ളത്. 5 സീരീസ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ചില വണ്ടികൾ, ലക്ഷറി വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കവേർഡ് ആയിരിക്കും, ഒന്നും കാണില്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സൈഡിലെ എഞ്ചിൻ്റെ കവറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടോയെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും നമുക്ക് വേറെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത നല്ലൊരു 5 സീരീസ് തന്നെയാണ്. പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെയുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ലക്ഷറി വണ്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സ്കാൻ ചെയ്ത് എടുക്കണം. ഞാൻ എപ്പോഴും പറയാണ്ട്, എൻ്റെ ത്രൂ ചെയ്യുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് നമ്മൾ വണ്ടി വാങ്ങാൻ പോകുന്ന ആളടുത്ത് ഇൻഫോം ചെയ്യാറുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാനിങ് കൂടി ചെയ്ത് പുറത്തുനിന്നൊരു തേർഡ് പാർട്ടിനെ കൊണ്ട് ഇൻസ്പെക്ഷൻ കൂടി ചെയ്യിച്ചിട്ടാണ് ഈ ഒരു വണ്ടികളൊക്കെ ഡീൽ ചെയ്യാറുള്ളത്. കാരണം നമുക്ക് ഒന്നും കൂടി ഉറപ്പ് വരുത്തുന്നത് നന്നാവും. നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഏകദേശം പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 2014 മാനുഫാക്ചേർഡ് 15 രജിസ്ട്രേഷനിലുള്ള സെക്കൻഡ് ഓണർഷിപ്പിലുള്ള BMൻ്റെ 520D ലക്ഷറി ലൈനാണ് വരുന്നത്. അത് ടോപ്പ് എൻഡ് മോഡലിൽ വരുന്ന വാഹനമാണ്. 64 സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇവിടെ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 14.50 lakhs ആണ്. പക്ഷേ അതൊരു ഫൈനൽ റേറ്റ് അല്ല. കുറച്ചൊരു നെഗോസിയേഷൻസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓൺ ടേബിളിൻ്റെ മുകളിൽ മാത്രമേ നെഗോസിയേഷൻസ് നടക്കുകയുള്ളൂ. അപ്പോൾ ഏതായാലും നമുക്ക് ആരെങ്കിലും ഒരു ഓഫർ റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓഫർ റേറ്റ് വെച്ചിട്ട് നമുക്ക് സംസാരിച്ച് നോക്കാം. വലുതായിട്ടൊന്നും കുറയില്ല കേട്ടോ. ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം ഞാനും പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ എത്രയാണെന്നുള്ളത് നമ്മൾ ഡയറക്റ്റായിട്ട് ഓൺ ടേബിളിൻ്റെ മുകളിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ മാത്രമേ എനിക്കും അറിയാൻ പറ്റുള്ളൂ. ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. അതുപോലെ തന്നെ കിലോമീറ്റർ കാര്യങ്ങളും ജെനുവിൻ ആണ്. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള നല്ലൊരു 520D ലക്ഷറി ലൈനിലുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഞാൻ ആകെ കണ്ട ഒരു മാൾ ഫംഗ്ഷൻ ആയിട്ട് ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെയും ഈ ഒരു ഫോഗ് ലെഫ്റ്റ് സൈഡത്തെ ഈ ഒരു ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു മാൾ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇതുപോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് സ്കാൻ ചെയ്യിച്ചിട്ട് എടുക്കണം എന്നാണ്. പിന്നെ നമ്മുടെ ഒരു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. കാരണം പണ്ട് മുതലേ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കുറേ പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് അവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്, നമ്മൾ എങ്ങനെയാണത് ചെയ്യുന്നത്. നമ്മൾ വണ്ടി കാണിച്ചു പോകണം, ബാക്കി ഇതിൻ്റെ ഫർദർ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്. നമ്മൾ ബുക്കിംഗ് എടുത്തതിന് ശേഷം നമ്മൾ 3 to 4 days നമുക്കൊരു ഗ്യാപ്പ് കിട്ടും. അതിനുശേഷം ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഡെലിവറി എടുക്കുക. ഇപ്പോൾ ഡെലിവറി എടുത്തതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കലുണ്ട്. ഡെലിവറി എടുത്ത് എന്തൊക്കെ ഫോമാണ് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ കണ്ടെയ്നറിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ ഡെലിവറി എടുത്ത് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു കണ്ടെയ്നറിൽ കൊടുക്കാനാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ NOCക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഏജൻറ്റിൻ്റെ അടുത്ത് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ കുറച്ച് ആളുകൾ വേറെയും ചോദിക്കാറുണ്ട്, നിങ്ങൾ കൊടുത്ത വണ്ടിയുടെ ഫീഡ്ബാക്ക് എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മൾ അവരെ ഒന്നും ചെയ്തിട്ട് ചില ആളുകൾ മുഖം ഫേസ് ഒന്നും കാണിക്കാൻ പറ്റില്ല, ചില ആളുകൾ പേര് പറയാനേ പാടില്ല, ചില ആളുകൾ പ്രൈസ് പറയാനേ പാടില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. കാരണം കുറേ ആളുകൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാലും കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിൽക്കാനാണ് ആഗ്രഹം. മീൻസ് കുറച്ച് പൈസ അധികം കിട്ടുമ്പോൾ വിൽക്കുക, എന്നിട്ട് വേറെ എടുക്കുക. ആ ഒരു രീതിയിലാണ് ഒരു 90% ആളുകളും ഡൽഹി വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 to 10 years യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ വണ്ടി വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ പ്രൈസ് പറയാൻ ആഗ്രഹിക്കാറില്ല. അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇപ്പം നമ്മളിപ്പം നിങ്ങൾക്കറിയാലോ, ഞാൻ മാസത്തിൽ ഒരു 10 ദിവസമൊക്കെ അല്ലെങ്കിൽ 15 ദിവസമൊക്കെ ഇവിടെ ഉണ്ടായാൽ പിന്നെ നാട്ടിൽ പോയിട്ടൊക്കെ വരലാണ്. അപ്പോഴത്തേക്കും ആ ഒരു കൊടുത്ത വണ്ടീൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടാണ് അടുത്ത ഘട്ടം, അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ ഏകദേശം ഒരു 14 ദിവസത്തോളം ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളൊരു 7ഓളം വണ്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നത് അങ്ങനെയല്ല, ഇനിയിപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവരെ വിളിക്കാം. അപ്പം ഓരോ വീഡിയോക്കകത്തും ഓരോ കസ്റ്റമർ വിളിക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്, അതിനകത്ത് എന്തൊക്കെയാണ്, മീൻസ് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ആക്ച്വലി മീൻസ് എന്തെങ്കിലും മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ലൈവായിട്ട് പറയാം. അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും, ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ അതും നിങ്ങൾ ആ ഒരു ഫീഡ്ബാക്ക് നമ്മളെ പുതിയ ആളുകൾക്ക് അറിയിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫസ്റ്റ് കൊടുത്ത വണ്ടി ഇന്നോവയാണ്. അപ്പം ഇന്നോവയുടെ പുള്ളിയെ ഞാനൊന്ന് വിളിക്കാം. വിളിച്ചിട്ട് എന്താ സ്ഥിതി എന്നുള്ള, പുള്ളിക്ക് NOC കിട്ടി, വണ്ടി രജിസ്റ്റർ ആയോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ലൈവായിട്ട് തന്നെ നമുക്ക് ഏതായാലും ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ആളുകൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ പറ്റുവാണെങ്കിൽ നമുക്ക് പുള്ളിയെ കൊണ്ട് തന്നെ, സന്തോഷ് എന്നാട്ടോ പുള്ളിയുടെ പേര്. ഞാനിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്, പേരും സ്ഥലവും പിന്നെ വണ്ടി ഏതാണ്, പിന്നെ പർച്ചേസ് ചെയ്ത ഡേറ്റ് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കാറുണ്ട്. പുള്ളിയെ ഫോണ് കിട്ടുന്നില്ല. പുള്ളി എന്തോ ഒരു തിരക്കിലാണ് കേട്ടോ. ഓക്കെ. അപ്പം പിന്നെ വേണ്ട. പിന്നെ രണ്ടാമത് പിന്നെ ഏതാണ്ടൊരു
ഫോർച്യൂണർ കൊടുത്തിട്ടുണ്ട്. ഫോർച്യൂണർ ഒരു മാഡത്തിനാണ് കൊടുത്തത്. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർ ട്രിവാൻഡ്രം സുജിത സുജിത ഗോപിനാഥ്. 1 സെക്കൻഡ്. സുജിത ഗോപിനാഥ് 22/10/2025 ആണ് നമ്മൾ വണ്ടി കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഈ നമ്പർ, ഇത് പേഴ്സണൽ നമ്പർ ഞാൻ വിളിക്കുന്നത്. ഈ നമ്പർ നല്ല തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഡൽഹിയിൽ അത്യാവശ്യം തണുപ്പായിട്ടുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ തീരെ സഹിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത് കുറച്ചൊരു ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. ഹലോ ഞാൻ മനു ആണ്. മനസ്സിലായല്ലോ അല്ലേ? തിരക്കിലാണോ? ഞാൻ ആക്ച്വലി ഞാനിപ്പോൾ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ പഴയ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ വണ്ടി ചെയ്ത കസ്റ്റമറെ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഓരോ വീഡിയോയ്ക്കകത്ത് അങ്ങനെ വിളിച്ചിട്ട് ജസ്റ്റ് ഒന്നൊരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിലൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ മാഡത്തിന് ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒന്ന് പറയാം. ഇതിപ്പോൾ ലൈവായിട്ട് തന്നെ, മീൻസ് ലൈവല്ല, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ മാഡത്തിന് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു ഫോൺ കോൾ ഞാൻ ആ വീഡിയോയ്ക്കകത്ത് തന്നെ കാണിക്കും. പേരൊന്നും ഞാൻ പറയുന്നില്ല, പേരും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനൊന്നും പറയുന്നില്ല. വണ്ടിയാണെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഓക്കെ എത്രയോ മടങ്ങ് നല്ലത്. പറയുമ്പോഴോ വീഡിയോ കാണുമ്പോഴോ തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ എന്റെ കണ്ണ് പറഞ്ഞു അത്രയോ നല്ലതായിരുന്നു. ഓക്കെ. ഞാൻ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് മീൻസ് എന്തെങ്കിലും ഫാൾട്ട് ആയിട്ടോ, മീൻസ് എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ വണ്ടിയുടെ മുകളിലോ? ഈ ചെറിയ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാം, നോ പ്രോബ്ലം. ഏതെങ്കിലും ഒരു തരത്തില്. വണ്ടി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത് എന്നിട്ട് ചോദിച്ചു നാട്ടിലാണെങ്കിലും ഓക്കെ. ഓക്കെ ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ അല്ലേ NOC കിട്ടിയിട്ടുള്ളത്? ഓക്കെ. ഇപ്പൊ ഇനി എന്നാ നാട്ടിലേക്ക് എപ്പോഴാ പോകുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും രജിസ്ട്രേഷനും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഫോട്ടോ കാര്യങ്ങളൊന്ന് അയച്ചു തരണേ. ഓക്കെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. പിന്നെ മാഡം ഇത് ഞാനിപ്പോൾ ഇവിടെ വ്യൂവേഴ്സിന് വേണ്ടി പറയാണ്. ഇപ്പം മാഡം വണ്ടി കണ്ടിട്ടില്ലായിരുന്നു, കാണാതെയാണ് പർച്ചേസ് ചെയ്ത്. നമ്മൾ വീഡിയോ ചെയ്ത് ആ ഒരു ബേസ് ചെയ്തിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വണ്ടി ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ബാംഗ്ലൂരേക്ക് വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാഡം ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നതാണ്. ബേസിക്കലി ട്രിവാൻഡ്രത്താണ്. പിന്നെ അപ്പോൾ ഏതായാലും മാഡത്തിന് വളരെ നന്ദിയുണ്ട് വിളിച്ചതിനകത്ത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക. നല്ല വണ്ടികൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഏതായാലും മാഡം രജിസ്ട്രേഷൻ കൂടി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒന്ന് വിളിച്ചേക്കണേ. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, താങ്ക് യു മാം. ശരി, ഓക്കെ. അപ്പോൾ ഏതായാലും ഫസ്റ്റത്തെ വിളി തന്നെ എന്നെ ചതിച്ചിട്ടില്ല. കാരണം ചതിക്കാൻ മാത്രമുള്ള കേസുകളൊന്നും ഉണ്ടായിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പം പിന്നെ ഓരോരുത്തർ പറയുന്ന ഒരു രീതി. ഇപ്പം മാഡത്തിനാണെങ്കിലും വളരെയധികം ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത എല്ലാ വണ്ടികളും വളരെ നല്ല അഭിപ്രായം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു വണ്ടിയുടെ എല്ലാ വണ്ടിയും NOC ഇഷ്യൂ ആയിട്ടുണ്ട്. ഒരു വണ്ടിയുടെ മാത്രമാണ് NOC
ഇഷ്യൂ ആയിട്ടുണ്ട് സൈറ്റിനകത്ത് കയ്യിൽ കിട്ടാത്തത്. ബാക്കി എല്ലാ വണ്ടിയും NOC ഇഷ്യൂ ആയിട്ടുണ്ട്. NOC അയച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ വണ്ടികൾ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാഡം ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തേക്ക് നെക്സ്റ്റ് വീക്കിലെന്തോ പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ് നമ്മളെ ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ. തുടർന്ന് ഞാനിപ്പോൾ ഇനി അടുത്ത ആളെ ഞാനിപ്പോൾ ഏതായാലും ഇപ്പോൾ വിളിക്കുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോയ്ക്കകത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത മറ്റൊരാളെ വിളിക്കാം. അവരെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് വെച്ചാൽ പറയാം. തീർച്ചയായിട്ടും ഇപ്പം ഈ വീഡിയോ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വണ്ടി എടുത്ത പല ആളുകളും കാണുന്നുണ്ടാവും. നിങ്ങളെ ഞാൻ വിളിക്കും. വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം, എന്താണോ എക്സ്പീരിയൻസ്, നല്ലതെന്താണോ മോശം എന്താണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാം. നമ്മൾ പ്രേക്ഷകർ അത് കാണുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് വീഡിയോയ്ക്കകത്ത് എവിടെയും ഒരു കട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കാര്യത്തിനകത്ത് ത്രൂ ഔട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് തന്നെ ചെയ്യാനുള്ള ഉദ്ദേശമാണ് ചെയ്യുന്നത്. ഇപ്പോൾ NOC ഒക്കെ ചില കേസിൽ ഡിലേ ആവാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ NOC ഡിലേ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറ്റിക്കപ്പെടുക അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയാം. ഇത് എന്താ പറയുക, ഒരു ഒരു വെല്ലുവിളി എന്നൊക്കെ പറയില്ലേ, ആ രീതി തന്നെ എടുത്താലും എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും വീഡിയോ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട്. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല. വെറും പ്ലെയിൻ ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ ഇവിടെ രാത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 6 ഡിഗ്രി ആ റേഞ്ചിൽ വരെ ടെമ്പറേച്ചർ ഇപ്പോഴത്തെ കണ്ടീഷനിൽ താവുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ 2 ഡിഗ്രിയൊക്കെ ആവും. അപ്പം പകലിപ്പോൾ വലിയൊരു കുഴപ്പമില്ല. 20 ഉച്ച സമയത്തൊക്കെ 20 വരെയൊക്കെ ഉണ്ട്. ഈ ഒരു സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 14, 15 ആ റേഞ്ചിലാണ് കിടക്കുന്നത്. അപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാത്തവരൊക്കെ ഈ ഒരു സമയത്ത് ഡൽഹിയിലേക്ക് വരുന്ന ഒഴിവാക്കാം. നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. 520 2014 15 64,000 സെക്കൻഡ് ഓണർ 14.50 ലാക്സ് ആണ് ആസ്കിംഗ് റേറ്റ്. ലിറ്റിൽ ബിറ്റ് നെഗോഷ്യബിൾ ആണ്. നല്ലൊരു വണ്ടി ആ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യാം. വിളിച്ചിട്ടെടുത്തില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ പഴയ യൂസ്ഡ് കാർ ഗ്രൂപ്പിലുള്ളവരൊക്കെ പുതിയ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പുതിയ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. പുതിയ ഗ്രൂപ്പിന് ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് ആയിട്ട് വരുന്നതാണ്. അതിനകത്ത് കയറി ജോയിൻ ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.